MSME സംരംഭകർക്കായി സംഘടിപ്പിക്കുന്ന 11X കേരളം ബിസിനസ് സമ്മിറ്റ് 2026 ജൂലൈ 1 കൊച്ചിയിൽ നെടുമ്പാശ്ശേരി സിയാൽ ട്രേഡ് ഫെയർ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന സമ്മിറ്റിൽ പ്രമുഖ ബിസിനസ് കോച്ചിംഗ് കമ്പനിയായ 11X ആണ് സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്. നമസ്കാരം, എന്റെ പേര് അരുൺ വിക്രം എന്നാണ്. 11X കമ്പനി എന്ന ഒരു ബിസിനസ് കോച്ചിംഗ് ഓർഗനൈസേഷന്റെ ഫൗണ്ടറാണ്. ഇന്ന് തീർച്ചയായിട്ടും കേരളത്തില് ഒരുപാട് ആളുകൾ ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. MSME സെക്ടറിൽ ഒരുപാട് ബിസിനസ് ഓണേഴ്സ് നല്ല രീതിക്ക് ബിസിനസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അഭ്യസ്ത വിദ്യരായ ഒരുപാട് ആളുകൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിസിനസ്സിനെ സ്ട്രക്ചേർഡ് ആയിട്ട് ബിൽഡ് ചെയ്ത് പോകേണ്ടത് എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി കുറവ് പലപ്പോഴും ബിസിനസ്സുകാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ചിലപ്പോ അവര് കോടികളുടെ കച്ചവടം ചെയ്യുന്നുണ്ടാവാം, പക്ഷെ ബിസിനസ്സിലേക്ക് ഇത്രയും വർഷങ്ങൾ, ഇപ്പൊ ഒരു 17 വർഷത്തോളമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ ട്രെയിനിങ് കൺസൾട്ടിങ് കോച്ചിങ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പലപ്പോഴും ബിസിനസ് ഓണേഴ്സിനോട് അവരുടെ ഓർഗനൈസേഷൻ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ അവര് തരക്കേടില്ല അല്ലെങ്കിൽ കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് എത്ര പ്രോഫിറ്റബിലിറ്റി അവർ ഡ്രൈവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്ര ക്യാഷ് ഫ്ലോയെ അവർ ഡ്രൈവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം പലപ്പോഴും കിട്ടാറില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. അപ്പൊ അതുകൊണ്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്, പ്രൊഫഷണലി മാനേജ് ചെയ്യപ്പെടുന്ന ഒരു ബിസിനസ്സിനെ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനായിട്ട് ഡ്രൈവ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളുടെ കേരളത്തിലെ ബിസിനസ് ഓണേഴ്സ് ഒരുപാട് രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി സിസ്റ്റമാറ്റിക് ആയിട്ട് ഡ്രൈവ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലുള്ള ബിസിനസ് ഓണേഴ്സിനെ പ്രൊഫഷണലി മാനേജ് ചെയ്യപ്പെടുന്ന വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനിലേക്ക് ബിൽഡ് ചെയ്യപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ നല്ല രീതിക്ക് ട്രെയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് കേരളത്തിൽ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസുകളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ആരും ഇംപ്ലിമെന്റേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ലെവലിലേക്ക് ഡ്രൈവ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. കാരണം ഒരുപാട് ഇൻഫർമേഷൻസിന് ഇപ്പോൾ ഒരു കുറവില്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം. പക്ഷെ എക്സിക്യൂഷൻ എന്ന് പറയുന്ന ലെവലിലേക്ക് വരുമ്പോൾ പലപ്പോഴും ബിസിനസ് ഓണേഴ്സ് അനുഭവിക്കുന്ന വേദന പല രീതികളിലാണ്. പ്രത്യേകിച്ച് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി എന്താണ്, റവന്യൂ എന്താണ്, ക്യാഷ് ഫ്ലോ എന്താണ്, അല്ലെങ്കിൽ അവരുടെ നേരിടുന്ന ചലഞ്ചസിന് എങ്ങനെയാണ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ കൊണ്ടുവരേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ലാത്ത ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ 6 വർഷമായിട്ട് 11X കമ്പനി എന്ന ഓർഗനൈസേഷൻ വളരെ വലിയ രീതിക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവര് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, അതായത് ഒരു കമ്പനി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ റിയൽ സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്യണം, എങ്ങനെയാണ് അടുത്തൊരു 3 വർഷത്തേക്ക് സ്ട്രക്ചറായിട്ട് കമ്പനി പോവേണ്ടത്, എങ്ങനെയാണ് ആ കമ്പനിയിൽ ടീമിനെ ബിൽഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം, ഒരു റിക്രൂട്ട്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്ഥാപനങ്ങളിലും എംപ്ലോയീസിനെ എടുക്കുന്നുണ്ട്. ഈ വരുന്ന ആളുകളെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി ചിലപ്പോൾ ഫൗണ്ടർ ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ എങ്ങനെയാണ് സ്ട്രക്ചർഡ് ആയിട്ട് അവരെ ബിൽഡ് ചെയ്തെടുക്കേണ്ടത്? ഇനി അതിന്റെ അപ്പുറത്തേക്ക് ബിസിനസ് ഓണറിന് ഒരു സ്വപ്നം ഉണ്ടാവും. ഈ സ്വപ്നത്തിനെ നമ്മൾ ടീമിലേക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുമ്പോൾ സ്ട്രക്ചർഡ് ആയിട്ട് ആ വിഷനിലേക്ക്, അലൈൻമെന്റിലേക്ക് എത്തിക്കാൻ പലപ്പോഴും പറ്റാറില്ല എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ടീമിനെ സ്ട്രെങ്തൻ ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതും അതിന്റെ അപ്പുറത്തേക്ക് ഫ്യൂവൽ, അതായത് ഈ ബിസിനസിന്റെ ഫ്യൂവൽ ആയിട്ടുള്ള ക്യാഷിനെ ഡ്രൈവ് ചെയ്തെടുക്കണമെങ്കിൽ എങ്ങനെയാണ് അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതിന്റെ ക്ലാരിറ്റി ഒക്കെ തീർച്ചയായിട്ടും നമ്മുടെ മലയാളി കമ്പനീസ് ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സന്തോഷത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, കഴിഞ്ഞ 6 വർഷത്തില് ഒരുപാട് കമ്പനീസിനെ, പ്രത്യേകിച്ച് 200-ലധികം വരുന്ന മലയാളി ബിസിനസ് ഓണേഴ്സിനെ കേരളത്തിന്റെ അകത്തും പുറത്തുമായിട്ട് കോച്ച് ചെയ്യാൻ 11X കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളുടെ അടുത്തേക്ക് 55 കോടി ടേൺ ഓവറുമായിട്ട് വന്ന കമ്പനീസിനെ 780 കോടിയിലേക്ക് എത്തിക്കുന്ന ഒരു റിസൾട്ട്, അല്ലെങ്കിൽ 1 കോടി രൂപയിലെ വരുന്ന കമ്പനിയെ 33 കോടിയിലേക്ക് ചെറിയ വർഷങ്ങൾ കൊണ്ട് നമുക്ക് എത്തിക്കാൻ പറ്റുന്നു. 6.5 കോടിയായിട്ട് വരുന്ന IT കമ്പനിയെ നമുക്ക് 38 കോടിയിലേക്കും ഈ വർഷം ഒരു 70 കോടി ടേൺ ഓവറിന്റെ ടാർഗറ്റ് ഒക്കെ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മളുടെ മുഖ്യമന്ത്രി പറയുന്ന പോലെ വലിയ വികസനം വേണമെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ട് എല്ലാ സെഗ്മെന്റും ഡ്രൈവ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതൊരു ഫാക്റ്റാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സിന് കൃത്യമായിട്ട് നമ്മളൊരു സിസ്റ്റത്തിനെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് 11X 3D ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ കൃത്യമായിട്ട് ഡയറക്ഷൻ സെറ്റ് ചെയ്യേണ്ടത്, ഒരു ഡേറ്റ ഡ്രിവൺ കമ്പനി ആയിട്ട് എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓർഗനൈസേഷന്റെ അകത്ത് ഒരു ഡിസിപ്ലിൻ, സ്ട്രക്ചർഡ് ആയിട്ടുള്ള മീറ്റിംഗ്, അതിന്റെ അജണ്ട, അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ്, ആരിത് ചെയ്യണം, എത്ര ടൈമിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്യണം,
ഇത്തരത്തിൽ വളരെ ഡീപ്പ് ലെവലിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയപ്പോൾ ഉണ്ടായിട്ടുള്ള റിസൾട്ടുകളാണ് ഇത് മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്വപ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ വിഷൻ എന്ന് പറയുന്നത്, കേരളത്തില് 2031 എത്തുമ്പോഴേക്കും 111 ഓർഗനൈസേഷനെ 100 കോടി രൂപയുടെ മുകളിൽ ടേൺ ഓവർ ഉണ്ടാക്കുന്ന കമ്പനിയാക്കി അവിടെ നിന്ന് ഈ കമ്പനീസിനെ 1000 കോടി രൂപയുടെ കമ്പനിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് ഇങ്ങനെ എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ആൻഡ് പ്രോസസ്സ് കമ്പനിയിൽ ബിൽഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ലെവണക്സ് 3D ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെ നമ്മളൊരു 111 കമ്പനീസിനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സ് കേരളത്തിൽ ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളിയുടെ പേര് പറയും, അല്ലെങ്കിൽ യൂസഫ് അലിയുടെ പേര് പറയും. അങ്ങനെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരുകൾക്ക് അപ്പുറം നമ്മളുടെ സാധാരണ സ്വപ്നം കാണുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സും, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്ന MSME സെക്ടറിലുള്ള കമ്പനീസും ബിൽഡ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഇത്രയും സപ്പോർട്ട് അവർക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ആവേശമുള്ള, അല്ലെങ്കിൽ അതിന് പണിയെടുക്കാൻ എഫോർട്ട് എടുക്കാൻ റെഡി ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സും ടീം മെമ്പേഴ്സും ഈ നാട്ടിലുണ്ട്. അപ്പോൾ അവരെ ഇത്തരത്തിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ടിലേക്ക് എത്തിക്കുമ്പോൾ കേരളത്തിനെ ഒരു $1 ട്രില്യൺ എക്കോണമി ആക്കി മാറ്റാൻ ഈ ഒരു വിജയം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് ലെവണക്സ് ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നമ്മൾ നടത്തുന്ന ഒരു ഇവന്റാണ് ലെവണക്സ് കേരളം ബിസിനസ് സബ്മിറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പോൾ കഴിഞ്ഞ വർഷം ലേമേഡിയനിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ഇത്തവണ കുറച്ചുകൂടി വിപുലമായിട്ട് നമ്മൾ കൊച്ചി സിയാൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് എയർപോർട്ടിന്റെ അടുത്ത് ഒരു പ്രോഗ്രാം ഈ വരുന്ന ജൂലൈ 1 തീയതി ബുധനാഴ്ച നടത്താൻ പോകുന്നു. അപ്പോൾ അതിൽ ബിസിനസ് ഓണേഴ്സും അവരുടെ കോർ ടീമും ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഫൗണ്ടറിന്റെ സ്വപ്നം എന്താണോ ആ സ്വപ്നത്തിനെ അലൈൻഡ് ആയിട്ട് നിൽക്കുന്ന ടീം മെമ്പേഴ്സിനെ ബിൽഡ് ചെയ്യാൻ പറ്റുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന ഒരു ബിസിനസിന്റെ റിയൽ റിസൾട്ട് ആയിട്ടുള്ള റവന്യൂവും ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും ക്യാഷ് ഫ്ലോയും അതിന്റെ അപ്പുറത്തേക്ക് ഇത്രയും റിസ്ക് എടുക്കുന്ന ബിസിനസ് ഓണേഴ്സിന് അവകാശപ്പെട്ട പ്രോഫിറ്റബിലിറ്റിയുടെ പേഴ്സണൽ വിഡ്രോവൽസും നമ്മൾ ടാർഗറ്റ് വെച്ചിട്ട് വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള ടൂൾസ് വെച്ചുകൊണ്ട് കോച്ച് ചെയ്യുന്ന ഈ പ്രോസസ്സ് വെറും ഒരു ദിവസത്തെ ഇവന്റ് മാത്രമല്ല. ഇവിടുന്ന് അതിനു മുമ്പായിട്ടും അതിനുശേഷവും അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ടുകളെല്ലാം തീർച്ചയായിട്ടും വളരെ അത്യാവശ്യമാണ്. കാരണം ലെവണക്സ് അറിയപ്പെടുന്നത് തന്നെ ബിസിനസ് ഓണേഴ്സിന്റെ അക്കൗണ്ടബിലിറ്റി കോച്ച് എന്നാണ്. അവരോട് ചോദിക്കാനും പറയാനും ഒരാളുണ്ടെങ്കിൽ മാത്രമാണ് റിസൾട്ടിനെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇത്രയും വർഷങ്ങളിൽ നമ്മളുടെ പ്രോസസ്സിൽ നിന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള അവരുടെ റിയൽ ബാലൻസ് ഷീറ്റ് വെച്ച് ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കുന്ന GST അടയ്ക്കുന്ന ബിസിനസ് ഓണേഴ്സ് ആക്കി മാറ്റി അവരുടെ റിസൾട്ട് വളരെ പ്രൗഡായിട്ട് അവരും അവരുടെ ടീമും വന്ന് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഇവന്റിൽ തീർച്ചയായിട്ടും ആദ്യമായിട്ട് വരുന്ന ബിസിനസ് ഓണേഴ്സിനും പ്രൊഫഷണൽസിനും അതുപോലെ തന്നെ മീഡിയയിനെയും ഒക്കെ ലെവണക്സ് വളരെ ഹൃദയപൂർവ്വം വെൽക്കം ചെയ്യാണ്. കാരണം ഇതൊരു മൂവ്മെന്റ് ആണ്, ഇതൊരു മിഷനാണ്. നമ്മുടെ കേരളത്തിന്റെ റിയൽ റിച്ച്നെസ്സിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ മലയാളികളായിട്ടുള്ള ബിസിനസ്സുകൾ MSME സെക്ടറിൽ തീർച്ചയായിട്ടും ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ട്രക്ചർഡ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ പോകണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇമ്പാക്റ്റ്. നമ്മളുടെ നാട്ടിലുള്ള കുട്ടികളൊക്കെ പുറത്തേക്ക് പോകുന്നതിന് എല്ലാവരും കംപ്ലൈന്റ് പറയുന്നു, പക്ഷെ സൊല്യൂഷൻ എന്താണ്? അപ്പൊ അതിന് സൊല്യൂഷൻ ആയിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ ഏറ്റവും നല്ല രീതിക്ക് എംപവർ ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്വപ്നവുമായിട്ടാണ് ലെവണക്സ് കമ്പനി ഈ കഴിഞ്ഞ 6 വർഷം അക്കൗണ്ടബിലിറ്റി പ്രോസസ്സിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും തീർച്ചയായിട്ടും ഈ ഒരു ഇവന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഇതൊരു ഒറ്റ ദിവസത്തിന്റെ ഇവന്റിന്റെ അപ്പുറത്തേക്ക് ഈ മൂവ്മെന്റിന്റെ പാർട്ടാവാനായിട്ടും ലെവണക്സ് കമ്പനിയുടെ പേരിൽ തീർച്ചയായിട്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് അവിടെ കാണാം. അതിനുശേഷവും തീർച്ചയായിട്ടും എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും ലെവണക്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളതും അറിയിക്കുകയാണ്. നമ്മളൊരു 250ഓളം കമ്പനീസും അവരുടെ ടീം മെമ്പേഴ്സിനെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ലെവലിലാണ് പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത്.